എങ്ങനെയാണ് അവന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ലൈക്കും കിട്ടുന്നതെന്ന് ആലോചിച്ച് അവന്റെ പോസ്റ്റിൽ പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. വളച്ചു നീട്ടുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡറാണ്. നിങ്ങളത് ഫുള്ള് കാണണം, ഫുള്ള് കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. വ്യാജ ഐഡന്റിറ്റി കാർഡ് അടിച്ചിറക്കി വ്യാജമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളവൻ വ്യാജതരമേ കാണിക്കൂ എന്ന്. നാണവും മാനവും കെട്ട് ജീവിക്കുന്നതിനും നല്ലത് നിനക്ക് പോയി തൂങ്ങി ചത്തൂടെടാ. ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ താഴോട്ട് പോണം. കണ്ട താഴോട്ട് പോയി കഴിഞ്ഞാൽ 4.8K ആ സിമ്പലിൽ, കെയറിങ്ങിന്റെ സിമ്പലിൽ ഏതാണ്ട് 4800, ഇതിൽ 4750 എന്താണ് PR വർക്കിന് വേണ്ടി ചെയ്യിപ്പിച്ചതാണ്. ഈ പറയുന്ന ആരെങ്കിലും ഇവന്റെ പോസ്റ്റ് കണ്ട് ലൈക്ക് തണ്ടേണ്ട ഗതികേടുള്ള ഒരു MLA ആയിട്ടും കൂടി ഇവൻ അറിയപ്പെടും. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം അതുണ്ടായിരുന്നുവെങ്കിൽ നീ ഇത്രയും നാണം കെട്ട പരിപാടികൾ ചെയ്യത്തില്ലായിരുന്നു. തൂങ്ങി ചത്തോടെയെന്നും ചോദിക്കുന്നില്ല. കാരണം അത് തൂങ്ങി ചത്തവർക്ക് കൂടി നാണക്കേടായി പോകും. എടാ, ജീവിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം. ആണായതുകൊണ്ട് ആണത്തത്തോടെ ജീവിക്കണം. ഇങ്ങനെ നാണവും മാനവും കേട്ട് ഉളുപ്പും ഇല്ലാതെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയായിട്ട് ജീവിക്കരുത്. അത് ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്കും കൂടി നാണക്കേടാണ്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ പെർവെർട്ടറായ പെണ്ണപിടിയൻ. വലിയ ആനയാണ്, ചേനയാണ്, ചക്കയാണ്, മാങ്ങയാണ്. അവൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് 1000കണക്കിന് ഷെയർ പോകും, 10000കണക്കിന് കമന്റുകൾ വരും, ലക്ഷക്കണക്കിന് ലൈക്കുകൾ കിട്ടും. അവന്റെ പോസ്റ്റിന് ഭയങ്കര വ്യൂവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അവനെ വെളുപ്പിക്കാൻ വേണ്ടി, അവന് വേണ്ടി കിടപ്പറ വരെ തയ്യാറാക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ചില, എല്ലാ കോൺഗ്രസ്സുകാരെയും പറയത്തില്ല, കാരണം അന്തസ്സും അഭിമാനവുമുള്ള നല്ല വനിതാ കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലുണ്ട്. അപ്പൊ അവർക്കിടയിൽ പേരുദോഷം സൃഷ്ടിക്കുന്ന ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകരോടും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി നേരത്തെ ചേർന്നിരിക്കുന്ന ചില കൊങ്കി മൂരി സൈബർ പോരാളികളോടും പറയാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ച് ഈ വീഡിയോ അവസാനം വരെ കാണണം. രാഹുൽ മാങ്കൂട്ടം ഒരു പോസ്റ്റ് ഇട്ടാൽ എങ്ങനെയാണ് അവന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ലൈക്കും കിട്ടുന്നതെന്ന് ആലോചിച്ച് അവന്റെ പോസ്റ്റിൽ പോയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. വളച്ചു നീട്ടുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡറാണ്. നിങ്ങളത് ഫുള്ള് കാണണം, ഫുള്ള് കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. വ്യാജ ഐഡന്റിറ്റി കാർഡ് അടിച്ചിറക്കി വ്യാജമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളവൻ വ്യാജതരമേ കാണിക്കൂ എന്ന്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേജാണ്. ഓക്കെ, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്മുടെ അടുത്ത 5 വർഷക്കാലം നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുവാൻ പോകുന്ന സർക്കാർ ആരെയെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിത് സാധാരണ എല്ലാവരുടെയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമ്മുടെ താഴെ വരും. പക്ഷെ മാങ്കൂട്ടത്തിന്റെ ലിസ്റ്റ് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ട്രിക്കാണ്. അപ്പൊ നമ്മളിത് ഇതിലോട്ടൊന്ന് കയറി നോക്കിയാണ്. ആദ്യം തന്നെ കാണുന്നത് ഓസ് റൈന എന്ന് പറയുന്നത് ഏതോ അമേരിക്കൻ ആളാണ് കേട്ടോ. അപ്പൊ ഇവൻ അമേരിക്കയിലൊക്കെ പിടിയുണ്ട്. അടുത്ത വാൽഗൈ ബൈ ഉണ്ട്, അവൻ പിന്നെ മാലിയിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തായ്ലൻഡ്, ബാങ്കോക്ക്, എവിടെയൊക്കെയാ ഇവിടെ ആളുള്ളത് കണ്ട. ഇതൊക്കെ എവിടെയൊക്കെയാണെന്ന് ഏതൊക്കെ പേരാണെന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ എന്താണെന്ന്. ഇത് കണ്ട, വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച കോടികൾ കയ്യിലുള്ളപ്പോൾ ഇവന് PR വർക്കിന് വേണ്ടി പണം ചെലവഴിക്കാനാണോ പാട്? നോക്കിയാണ് ഇത് കണ്ട. ഇങ്ങനെ താഴോട്ട് നമ്മൾ പോകണം. ഇങ്ങനെ താഴോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ആരൊക്കെയാ ഇതിനകത്തുള്ളത്? ഈ പേരൊന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയാവോ? ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേറെ ഭാഷയാണ്. എന്നാലും എൻ്റെ രാഹുലെ, നീ ഇങ്ങനെ നാണവും മാനവും കെട്ട് ജീവിക്കുന്നതിനും നല്ലത് നിനക്ക് പോയി തൂങ്ങി ചത്തൂടെടാ. ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് പോണം. കണ്ട താഴോട്ട് പോയി കഴിഞ്ഞാൽ 4.8K ആ സിമ്പലിൽ, കെയറിങ്ങിന്റെ സിമ്പലിൽ ഏതാണ്ട് 4800, ഇതിൽ 4750 PR വർക്കിന് വേണ്ടി ചെയ്യിപ്പിച്ചതാണ്. ഈ പറയുന്ന ആരെങ്കിലും ഇവന്റെ പോസ്റ്റ് കണ്ട് വായിച്ചാൽ ഇവൻ പറയുന്നത് മനസ്സിലാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ ഇത്രയും പേരുടെ പേരിൽ ഒരു മലയാളിയെ കണ്ടു. അതും വേറെ പോസ്റ്റൊന്നും ഇട്ടിട്ടില്ല, കുറേ ഫോട്ടോസ്. ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ് കേട്ടോ.
അതൊക്കെ ഫേക്ക് ഐഡിയ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. വേണ്ട, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് ഭാഷയുടെ ഇതാണ്ട് എനിക്ക് വയ്യ. എന്തായാലും ഇങ്ങനെ മറ്റുള്ളവരെ പിന്നെ പറ്റിച്ച് ജീവിക്കുന്നവൻ അതല്ലേ പറയാൻ പറ്റും. നമ്മൾ ഈ ഇതിലോട്ട് ലേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കാണാൻ പറ്റും, പക്ഷെ കണ്ടാൽ തന്നെയും അത് ആദ്യമൊക്കെ കുറച്ച് ഒറിജിനലും പിന്നെ അങ്ങ് ലാസ്റ്റ് പോകണം. കാരണം 1,26,000 ഇതിലേക്കുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കള്ളനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടല്ലോ, കേരളത്തിൽ ആദ്യമായിട്ട് ലൈംഗിക ശേഷി തീവ്രത അളന്ന കേരളത്തിലെ ഒരേ ഒരു MLA എന്നുള്ള പേര് ഈ പെണ്ണുപിടിയനായ രാഹുൽ മാക്കൂട്ടത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച കോടികളിൽ നിന്നും ഓരോ പോസ്റ്റിനും ലക്ഷക്കണക്കിന് രൂപ PR വർക്കിന് കൊടുത്ത് ലൈക്ക് തണ്ടേണ്ട ഗതികേടുള്ള ഒരു MLA ആയിട്ടും കൂടി ഇവൻ അറിയപ്പെടും. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം അതുണ്ടായിരുന്നുവെങ്കിൽ നീ ഇത്രയും നാണംകെട്ട പരിപാടികൾ ചെയ്യത്തില്ലായിരുന്നു. തൂങ്ങിച്ചത്തൂടെയെന്നും ചോദിക്കുന്നില്ല. കാരണം അത് തൂങ്ങിച്ചത്തവർക്ക് കൂടി നാണക്കേടായി പോകും. എടാ, ജീവിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം. ആണായതുകൊണ്ട് ആണത്തത്തോടെ ജീവിക്കണം. ഇങ്ങനെ നാണവും മാനവും കേട്ട് ഉളുപ്പും ഇല്ലാതെ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയായിട്ട് ജീവിക്കരുത്. അത് ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്കും കൂടി നാണക്കേടാണ്. പിന്നെ നിന്റെ നിന്ന് കാശും വാങ്ങി നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വെളുപ്പിക്കാൻ വേണ്ടി എല്ലാ അവസരവും ഒരുക്കി തരുന്ന നിസാർ കുമ്പിളയെ പോലുള്ള കൂട്ടിക്കൊടുപ്പുകാരന്മാര് ഈ ലോകത്തുള്ളിടത്തോളം കാലം നിനക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവ എല്ലാവരും ഇവനെ മനസ്സിലാക്കുക ഇനിയെങ്കിലും. കാരണം ഇവൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ 1ാമതൊക്കെ വരും. പക്ഷെ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ആ ഒരു സർവേയിൽ 113ാമതായിരുന്നു ഇവന്റെ സ്ഥാനം. അത് വെച്ച് തന്നെ മനസ്സിലാക്കാമായിരുന്നു നമുക്ക് ഇവൻ PR വർക്കിന്റെ ആളാണെന്ന്. പക്ഷെ അത് തെളിവടക്കം പുറത്തു വിടണമല്ലോ. അതിനാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.